Hi everyone, എല്ലാവർക്കും സൈലം SSC RRP ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ജനറൽ സയൻസിലെ ഒരു ടോപ്പിക് ഡിസ്കഷനായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ പഠിച്ചു വെക്കുക എന്നുള്ള ഒരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് നിറങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അല്ലേ. ഒരുപാട് കളർ കോമ്പിനേഷൻസിലുള്ള വസ്തുക്കളാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത്. അതിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കളറാണ് റെഡ് കളർ, ചുവപ്പ് നിറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റും എന്നൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചുവപ്പ് നിറം എന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ ചുവപ്പ് നിറം കാണുമ്പോഴേക്കോ എന്തൊക്കെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും ബയോളജിയിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചുവപ്പ് നിറമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെക്കാം. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ നോക്കിയാൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഓർത്തു വെക്കേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനോട് കൂടി കാണാം. അപ്പോൾ ആദ്യമായിട്ട് കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊരു പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ചാപ്റ്ററിനെ ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു പോയിന്റ് നമ്മൾ പറയുന്നത്. ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ലിറ്റ്മസ് പേപ്പറിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റർ എന്ന് നമ്മൾ പറയും. ഇൻഡിക്കേറ്റർ. സോ എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആസിഡ് വസ്തുക്കളോ ബേസിക് വസ്തുക്കളോ തമ്മിൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു വസ്തു തന്നിട്ട് അത് ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഇൻഡിക്കേറ്റർ കയ്യിലുണ്ടെങ്കിൽ അതിനെ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആസിഡ് വസ്തുക്കളെയും അതുപോലെ തന്നെ ബേസിക് വസ്തുക്കളെയും തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ഈ ആസിഡ്സ് ആൻഡ് ബേസസ് നമുക്ക് നോക്കാം. രണ്ട് തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ നമുക്ക് കിട്ടും, ബ്ലൂ ലിറ്റ്മസ് പേപ്പറും അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറും. അപ്പോൾ ആസിഡ് സബ്സ്റ്റൻസിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആസിഡ് സബ്സ്റ്റൻസിലേക്ക് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇടുകയാണെങ്കിൽ അത് ചുവപ്പ് നിറത്തിലേക്ക് മാറും. ബ്ലൂ ലിറ്റ്മസ് വിൽ ടേൺ ഇൻ ടു റെഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ആസിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് ചുവപ്പ് നിറത്തിലേക്കാണ് മാറുക. അപ്പോൾ അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടുന്നത് ചുവപ്പ് നിറമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, നിങ്ങൾ ഈ ഡേഞ്ചർ സൈൻ ഒക്കെ കണ്ടു കാണും അല്ലേ? പലയിടങ്ങളിലും നിങ്ങൾ ഈ ഡേഞ്ചർ സൈൻ കണ്ടു കാണും. ഈ തലയോട്ടിയും ഈ എല്ല് കഷ്ണമൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതായത് പൊതുവെ അപകടങ്ങൾ അല്ലെങ്കിൽ അപായങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ചുവപ്പ് നിറത്തിലൂടെയാണ്. അപ്പോൾ ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ അപകടകാരിയായ വസ്തുക്കളാണ്. ലാബുകളിലാണെങ്കിൽ പോലും അത് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. തൊട്ടാൽ വളരെ പൊള്ളലേൽക്കുന്ന ഒരു വസ്തുവാണ് ആസിഡ് എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആവട്ടെ, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവട്ടെ, ഇതൊക്കെ തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കളാണ്. അപ്പോൾ ഈ ചുവപ്പ് നിറം എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറത്തിലേക്ക് മാറിയാൽ അതൊരു അസിഡിക് സബ്സ്റ്റൻസ് ആണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. എന്നാൽ ബേസിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ എന്ന നിറത്തിലേക്കാണ് പോവുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ട് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ മതി. അത് തന്നെയായിരിക്കും എക്സാമുകളിൽ ചോദിക്കാൻ പോകുന്നതും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. When mixed with sulfuric acid, the color of litmus solution will be different. അതായത് സൾഫ്യൂരിക് ആസിഡിലേക്ക് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് നിറമാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പം 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ ഓറഞ്ച്, ഓപ്ഷൻ ബി റെഡ്, ഓപ്ഷൻ സി പിങ്ക്, ഓപ്ഷൻ ഡി ബ്ലൂ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത്, പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു പോകുന്നേരം നിങ്ങൾ റിവിഷൻ കണ്ടക്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൺഫ്യൂഷൻ വരാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ റെഡ് ആണോ ബ്ലൂ ആണോ, എങ്ങനെയായിരുന്നു ആസിഡ് ചേഞ്ച് ചെയ്യുന്നത്, ആസിഡിൽ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, ഏതൊരു കളർ ചേഞ്ച് ആണ് അവിടെ വരാൻ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഞാൻ പറഞ്ഞു, ആസിഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഡേഞ്ചർ എന്നുള്ള സൈനാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. ആസിഡ് ഡേഞ്ചർ എന്ന് പറയുമ്പോൾ ആ ചുവപ്പ് നിറവും ആ ആസിഡും ആദ്യം ഓർമ്മ വരണം. അപ്പൊ ചുവപ്പ് നിറത്തിലേക്കാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് എന്ന കളറിലേക്ക് മാറുന്നത് അസിഡിക് സബ്സ്റ്റൻസിൽ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി, റെഡ് കളർ. അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറിലേക്കാണ് അസിഡിക് സബ്സ്റ്റൻസുകളുടെ കേസിൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചുവപ്പ് നിറമായിട്ട് കെമിസ്ട്രിയിലെ ഒരു കാര്യം പഠിച്ചു.
ഇനി നമുക്ക് ഫിസിക്സിലെ ഒരു കാര്യം പഠിക്കാം. ഫിസിക്സിലെ നമ്മൾ കളർ സ്പെക്ട്രം പഠിക്കുന്നുണ്ട്. അതായത് വിബ്ജിയോർ വയലറ്റ് തൊട്ട് റെഡ് കളർ വരെയുള്ള ആ ഒരു കളർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വൈറ്റ് ലൈറ്റിനെ പ്രിസം ഉപയോഗിച്ച് നമുക്ക് വിബ്ജിയോർ എന്ന കളറിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വേവ് ലെങ്ത്തിന്റെ ഓർഡർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ഉള്ള നിറം എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ആണ്. അതായത് വിബ്ജിയോർ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെയുള്ള കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വേവ് ലെങ്ത് ഇൻ നാനോമീറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള നിറം എന്ന് പറയുന്നത് ചുവപ്പ് നിറം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ട്രാഫിക് ലൈറ്റിലൊക്കെ തന്നെ നമ്മൾ ചുവപ്പ് നിറം സ്റ്റോപ്പ് സിഗ്നലൊക്കെ ചുവപ്പ് നിറം, അതുപോലെ തന്നെ ആംബുലൻസിന്റെ പുറത്തൊക്കെ ചുവപ്പ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഇങ്ങനെ വെക്കുന്നത്. നമുക്ക് ദൂരെ നിന്ന് പോലും നോട്ട് ചെയ്യാൻ പറ്റും, ഏറ്റവും ലോങ് വേവ് ലെങ്ത് ആയതിനെ കൊണ്ട് തന്നെ. അപ്പോൾ ഓർത്തിരിക്കുക, ഫിസിക്സിലെ ഒരു പോയിന്റ് ആണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ വിബ്ജിയോർ എന്ന് പറയുന്നത് റെഡ് കളറിലാണ്. ഇവിടെ മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള ഒരു പോയിന്റ് കൂടി നമുക്ക് ഇവിടെ ഓർത്തിരിക്കുക. അതായത് വേവ് ലെങ്ത് എത്ര കൂടുതലാണോ അതിനനുസരിച്ച് അത്രയും തന്നെ കുറവായിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ വിബ്ജിയോർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിനാന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് ഏതിനാണ്? ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതിനാണ്? റെഡിന് തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. കാരണം എന്താ? ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതാ. അതായത് വേവ് ലെങ്ത് എത്ര കണ്ടു കൂടുന്നോ അത്ര കണ്ട് ഫ്രീക്വൻസിയും കുറയും. അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ നിറം ഏതാ? വിബ്ജിയോറിൽ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ നിറം ഏതാ? വയലറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടിയ നിറം എന്നും ഈ ഒരു അവസരത്തിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഫിസിക്സിൽ നിന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. അതായത് ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ള നിറം എന്ന് പറയുന്നത് റെഡ് കളറാണ്. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കുക? ഈ ട്രാഫിക് സിഗ്നലിലും ആംബുലൻസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തിയ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ് ഹാസ് ദ ഹയസ്റ്റ് വേവ് ലെങ്ത്? RRB ജെയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ വിബ്ജിയോർ എന്ന കളറിൽ ഏറ്റവും ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആയിട്ട് ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അടുത്ത ഫാക്ട് പഠിച്ചു. ഏറ്റവും ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് എന്ന് പറയുന്നത് റെഡ് കളറിലാണ്. ഓപ്ഷൻ സി, റെഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ചുവപ്പ് നിറം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യാം. ഏറ്റവും ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതും ചുവപ്പ് നിറത്തിന് തന്നെയാണ്. എളുപ്പമല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ബയോളജിയിലെ ചുവപ്പ് നിറവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം, ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ തണ്ണിമത്തലിലും തക്കാളിയിലൊക്കെ ചുവപ്പ് നിറത്തിന്റെ ഒരു പ്രോമിനൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ചുവപ്പ് നിറം നൽകുന്ന പിഗ്മെന്റ് ഏതാണ് എന്നുള്ള ചോദ്യം ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ചോദിച്ചു കാണാറുണ്ട്. UPSC ആവട്ടെ, SSC ആവട്ടെ, RRB ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ എക്സാമുകളിലും പൊതുവേ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ആ പിഗ്മെന്റിന്റെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ലൈക്കോപ്പീൻ എന്ന് പറയുന്നതാണ് ആ പിഗ്മെന്റ്. അപ്പോൾ മൂന്നാമത്തെ കാര്യമായി കെമിസ്ട്രിയിൽ നിന്നും ഒരു ഫാക്ട് പഠിച്ചു, ഫിസിക്സിൽ നിന്നും ഒരു ഫാക്ട് പഠിച്ചു, അതുപോലെ തന്നെ ബയോളജിയിൽ നിന്ന് ചുവപ്പ് നിറവുമായി ബന്ധപ്പെടുത്തി ഒരു ഫാക്ട് നമ്മൾ പഠിച്ചു. ലൈക്കോപ്പീൻ എന്നുള്ള പിഗ്മെന്റ് ആണ്. ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക. ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. ഈ ലൈക്കോപ്പീൻ എന്ന പിഗ്മെന്റ് ആണ് തക്കാളിക്കും അതുപോലെ തന്നെ തണ്ണിമത്തലിനുള്ള ആ ചുവപ്പ് നിറം നൽകുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ലൈക്കോപ്പീൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അതിനു മുമ്പ് വേറൊരു ഫാക്ട് കൂടി നമുക്ക് നോക്കാം. ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിന്, നമ്മുടെ ബ്ലഡിന് റെഡ് കളറാണെന്ന് നമുക്കറിയാം. അപ്പൊ റെഡ് കളർ കൊടുക്കുന്ന ബ്ലഡിലെ പിഗ്മെന്റ് ഏതാണെന്നും ചോദ്യങ്ങൾ വരാം. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതാണ് ആ പിഗ്മെന്റ്. ഓക്കെ, ഹീമോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് എന്നുള്ള കാര്യവും ആ ചുവപ്പ് നിറത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ബയോളജിയിലെ ഒരു ഫാക്ട് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ 2 കാര്യങ്ങൾ ബയോളജിയിൽ നിന്ന് നമ്മൾ പഠിച്ചു. ലൈക്കോപ്പീൻ എന്നുള്ള പിഗ്മെന്റ് ആണ് തക്കാളിക്കും അതുപോലെ തന്നെ തണ്ണിമത്തനും ചുവപ്പ് നിറം നൽകുന്നത്. അതുപോലെ തന്നെ ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. ഇനി ഹീമോഗ്ലോബിൻ എന്നുള്ള പിഗ്മെന്റ് ആണ് നമ്മുടെ ബ്ലഡിന് ചുവപ്പ് നിറം നൽകുന്നത് എന്നുള്ള കാര്യവും അവിടെ ഓർത്തിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് കളർ ടു ടൊമാറ്റോ ഈസ് ഗിവൺ ബൈ. ഇതൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. റെഡ് കളർ ടു ടൊമാറ്റോ. അപ്പൊ ആ ചുവപ്പ് എന്നുള്ള നിറം കാണുമ്പോഴേ നിങ്ങൾ ഓർത്തിരിക്കണം, ലൈക്കോപ്പീൻ എന്നുള്ള പിഗ്മെന്റ് ആണ് ആ ചുവപ്പ് നിറം നൽകുന്നത്. ഓപ്ഷൻ സി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ലൈക്കോപ്പീൻ എന്ന പിഗ്മെന്റ് ആണ് ചുവപ്പ് നിറം നൽകുന്നത്. അങ്ങനെ നമ്മൾ
കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും ബയോളജിയിൽ നിന്നും ചുവപ്പ് നിറമായിട്ട് ബന്ധപ്പെടുത്തി 3 കാര്യങ്ങൾ പഠിച്ചു. എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ചുവപ്പ് എന്ന് കാണുമ്പോഴേ, ചുവപ്പ് എന്ന് ഓർക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കാൻ പറ്റും. അതായത് കെമിസ്ട്രിയിൽ നിന്ന് പഠിച്ചത് നമ്മൾ ആസിഡ്സിന്റെ കാര്യമാണ്. ആ ചുവപ്പ് സിഗ്നൽ, അപകട സിഗ്നൽ, അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു അസിഡിക് സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ചുവപ്പിലെ ആദ്യത്തെ കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ചുവപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്താ പറയാൻ പറ്റുക? വിബ്ജിയോർ എന്ന കളർ പാറ്റേണിലെ, കളർ സ്പെക്ട്രത്തിലെ റെഡ് കളറിലാണ് ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ, അതുപോലെ തന്നെ ഫ്രീക്വൻസി ഏറ്റവും കുറവും ഏതിനാണ്? റെഡ് കളറിനാണ്. വേവ് ലെങ്ത് കൂടുതലും ഫ്രീക്വൻസി ഏറ്റവും കുറവും റെഡ് കളറിനാണ് നമുക്ക് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ബയോളജിയിൽ റെഡുമായിട്ട് ബന്ധപ്പെടുത്തി 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന പിഗ്മെന്റ്. അതുപോലെ തന്നെ ലൈക്കോപ്പീൻ എന്ന പിഗ്മെന്റ് ആണ്. ലൈക്കോപ്പീൻ എന്നൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. ലൈക്കോപ്പീൻ എന്ന പിഗ്മെന്റ് ആണ് ഈ തണ്ണിമത്തനും ടൊമാറ്റോയിനും ഒക്കെ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചുവപ്പ് നിറത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് രസകരമായിട്ട് തന്നെ നമ്മൾ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഓരോ ഫാക്റ്റുകൾ പഠിച്ചു വെച്ചു. നിങ്ങൾക്കറിയാവുന്ന പോയിന്റുകൾ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ രസകരമായിട്ട് തന്നെ ജനറൽ സയൻസ് ടോപ്പിക് പഠിച്ചു പോവാം. ഇങ്ങനെ ഓരോ സിമ്പിൾ ട്രിക്കിലൂടെയും അതുപോലെ തന്നെ ഓർത്തിരിക്കാവുന്ന ഫാക്റ്റുകളിലൂടെയും തന്നെ നമുക്കിത് പഠിച്ചു പോവാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.